ഹലോ ഗൈസ്, റൈഡ് വിത്ത് ജന്ന ഡേ 5 ആണിന്ന്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്, പക്ഷേ കണ്ണൂർ ബോർഡറാണ്. അപ്പോൾ അതെ ജന്ന ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ടൈം ഏകദേശം രാവിലെ 6 മണിയായിട്ടുണ്ട്. ഏർലി മോർണിംഗ് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇന്ന് ഏകദേശം ഒരു 9 മണി വരെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും സൈഡായേ പറ്റുള്ളൂ. കാരണം ചൂടാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എവിടെയെങ്കിലും സൈഡായേ പറ്റുള്ളൂ. നമുക്കൊരു ചായ കുടിക്കാം ഇനി ആദ്യം. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് പോണ വഴി ഇതേ നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. നെയിമൊന്ന് പറ്റും, ജീന എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പോൾ ഒഡീഷക്കാരനാണ്. പുള്ളി ഇപ്പോൾ കന്യാകുമാരി ടു കാശ്മീർ ഒരു റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈസിക്ലിങ്ങിനെ അല്ലെങ്കിൽ സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. വെജിറ്റേറിയൻ ഫുഡ്, ഓക്കെ. പുള്ളി അതിൻ്റെ കൂടെ വെജിറ്റേറിയൻ ഫുഡും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ കാണാം. Both bicycle and vegetarian food good for health, plus it reduces pollution. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ അപ്പോൾ ജന്നത അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ കൂടെ എന്തായാലും കുറച്ച് നേരം റൈഡ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ റൈഡ് ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അധികം നേരം പറ്റില്ല, കാരണം പുള്ളിക്ക് കാശ്മീരിലേക്ക് പോകുന്നത് ഫുൾ ടൈം റൈഡായിരിക്കും. നമുക്ക് ജന്യുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം നടക്കില്ല. നമുക്ക് എന്തായാലും ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സൈഡാവേണ്ടി വരും. അപ്പോൾ എന്തായാലും പോവാം. ഈ ഫുള്ള് വൈബാണ്. പുള്ളിയുടെ പേരാണ് ഏറ്റവും അടിപൊളി, ജിന്ന. നമുക്ക് ജന്ന. അപ്പോൾ നമുക്ക് 2 പേരായി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ജന്നയുണ്ട്, ജിന്നയുണ്ട്, 2 ലൈഫിട്ട് പെട്ടെന്ന് ജന്ന എന്നുള്ള പേര് പറഞ്ഞപ്പോൾ പുള്ളിയെ ഞെട്ടിപ്പോയി. അടിപൊളിയാണ്. പുള്ളിക്കാൻ നല്ല രസമുണ്ട് നമുക്ക് സംസാരിച്ചൊക്കെ നിൽക്കാനായിട്ട്. ആൾ ഒഡീഷക്കാരനാണ്. ഒഡീഷയിൽ നിന്ന് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് വന്നിട്ട് കന്യാകുമാരിയിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആൾ 12th റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ 11th. അപ്പോൾ കണ്ടുകൂട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹായ്. താങ്ക് യു. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഓഫ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സൈഡാവാനുള്ള ടൈമായിട്ടുണ്ട്. നമ്മുടെ ജിന്ന ബ്രോ പോയിട്ടാണ്. അപ്പോൾ ജന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. ആളെ പറഞ്ഞു വിട്ടാണ്, വേറെ ഒന്നല്ല സംഭവം. കാരണം ആൾക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആൾ ലേറ്റ് ആവും എന്തായാലും. അത് കാരണമാണ് നമ്മൾ കൊപ്പളാന്ന് നമുക്ക് പറഞ്ഞു വിട്ടാം. വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കാസർഗോഡ് വരാൻ റൈഡ് ചെയ്യാം, എന്നിട്ട് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ഇപ്പോൾ 4 ദിവസം കൊണ്ടാണ് മറ്റേ കന്യാകുമാരിയിൽ നിന്ന് എത്തിയത്. അപ്പോൾ ആളാണ് ഏകദേശം ആവറേജ് ഒരു 110 കിലോമീറ്റർ പറഞ്ഞേ പിടിക്കുന്നുണ്ടാവും. നമ്മൾ പിടിക്കുന്നുണ്ട് അത്രയ്ക്കൊക്കെ തന്നെ. പക്ഷേ നമ്മൾ ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആവാറുണ്ട്. അത് നമ്മൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ടോട്ടൽ കിലോമീറ്റർ. ഇപ്പോൾ ഇതിനല്ല പൊന്നാനിയൊക്കെ നമുക്കറിയാം, വളരെ ഈവനിങ് റൈഡിലൊക്കെ നമ്മൾ 1.5 കിലോമീറ്ററേ പോകുള്ളൂ. കാരണം എത്തിയില്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യും. അത് പറഞ്ഞാൽ നമ്മൾ വൈബ് നോക്കിയാൽ പോകുന്നത്. പുള്ളിക്ക് കിലോമീറ്ററാണ് മെയിൻ ഇമ്പോർട്ടൻസ്. അവിടെ പുള്ളിയുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞേ. ഇപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ 9 മണി ആവുന്നുള്ളൂ. നമുക്ക് വെയിൽ കയറി, ഇപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റ് കാണുന്ന ആ ഷെയ്ഡിൽ നമുക്ക് നിർത്തേണ്ടി വരും. അല്ലേ ജന? അപ്പോൾ നമുക്ക് കിടക്കണ്ടേ? അല്ല കാശ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അയനിക്കാട്, അതാണ് സ്ഥലത്തിൻ്റെ പേര്, അയനിക്കാട്. അപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട് കുപ്പിയിൽ. ജന്നയുടെ കുപ്പി മിസ്സായിട്ട് നമുക്ക് വഴിയിൽ എവിടെ പോയാന്നൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസും സ്പെക്സും മിസ്സായിട്ടുണ്ട്. ഫുഡ് മേടിക്കാനായിട്ട് ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി സർഗാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അവിടുത്തെ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പം ഇന്ന് ആഫ്റ്റർനൂണൊക്കെ നേരം സ്റ്റേ ചെയ്യാൻ പോകുന്ന അവിടെയാണ്. ജനറലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് കയറാം. നമുക്കപ്പോൾ സർഗാലയിൽ കയറാനായിട്ട് പറ്റിയില്ല. അവിടെ ഡോഗ്സ് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ പേര് അറിയില്ല, നോക്കട്ടെ. അതിൽ മുഖം എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളത് മിനി ഗോവയുടെ അടുത്താണ്, കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലാണ്. ഞാനപ്പോൾ മറ്റേ സർഗാലയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും തണലുള്ള സ്ഥലം അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ കിട്ടിയത് അതിലൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു വിഷയം കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയ്ക്കൽ ബീച്ചിൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ടെൻറ്റും കാര്യങ്ങളൊന്നും അടിക്കണില്ല. അപ്പോൾ ജന്നനെ സൈക്കിളിൻ്റെ മുകളിൽ തന്നെ നിർത്തുന്നത്. അവിടെ ധാരാളം സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കിടക്കാനായിട്ട് ഒരു മാറ്റി വിരിച്ചിട്ടുണ്ട്. അപ്പുറത്ത് പറക്കി വെച്ചേക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ 3-4 പ്രാവശ്യം ഇപ്പം തന്നെ അവർ വന്ന്
അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പറക്കി വെച്ചേക്കണേ. പേടിയുള്ള ഐറ്റങ്ങളാണ്, കാരണം എന്തെങ്കിലുമൊക്കെ പറക്കി എറിയുമ്പോൾ ഓർഡറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിടാം. ഹലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോലെ ഞാൻ എത്ര നേരം സ്റ്റേ ചെയ്ത് എങ്ങനെയുള്ള സ്ഥലത്താണ്. അതിനുശേഷം നമുക്ക് ഇതേ കുറേ ഫ്രണ്ട്സ് കിട്ടിയ 10 മണിക്ക് ഇവിടെ എത്തിയാണ്. ഞങ്ങളൊരു 11 മണി ആയപ്പോഴാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ബ്രോ ആദ്യം തൊട്ടേ ഞാൻ വന്നപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നല്ലേ, എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി തന്നവനാണ്. അത് കഴിഞ്ഞതേ ബാക്കി ഫ്രണ്ട്സും കൂടി വന്നു. ഞങ്ങളെല്ലാവരും ഇത്ര നേരം അടിച്ച് പൊളിക്കരുത്. എൻ്റെ അടിയിലുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നും തന്നെ കേട്ടാ ഈ കോട്ടയ്ക്കൽ ബീച്ചും അതുപോലെ തന്നെ മിനി ഗോവയും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇത്ര നേരത്തെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പം എന്നും പറയണ പോലെ ഇവരെ വിട്ടു പോകാനായിട്ട് സമയമായി. ഓക്കെ ബൈ ബൈ ബൈ. അപ്പം ഇനി വെക്കേഷനെ വിളി, ഞാൻ വരാം ഒരു ദിവസം കട ഇറങ്ങല്ലായിരുന്നു, നമുക്ക് പിടയ്ക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി കണ്ണൂരിലേക്ക് പോകാൻ നോക്കാം. മാക്സിമം പോവാം, എത്രയിടത്ത് വെച്ച് നിർത്താം. സമയപ്പത്തേ രാത്രിയായി വരുന്നുണ്ട്. ഞാൻ ലൂബ് ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ ലൂബ് മേടിക്കാനായിട്ട് കയറിയതാണ്. പിന്നെ ജെന്നയുടെ ബോട്ടിൽസ് പോയതുകൊണ്ട് എനിക്ക് 2 ബോട്ടിൽസ് അവർ സ്പോൺസറായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. IK സ്പോർട്സ് സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ബോർഡറിലുള്ള ഒരു സൈക്കിൾ കടയാണ് കേട്ടോ. എനിക്ക് ചേട്ടനാണ് എനിക്ക് തന്നത്. കഴിച്ച് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മാഹി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ആളെ പെട്ടെന്ന് പറയാനായിട്ട് ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതരാം. നമുക്ക് ഒറ്റ വീലിൽ ഓൾ കേരള ചെയ്ത് കഴിഞ്ഞ ഒരാളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓൾ ഇന്ത്യൻ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മംഗലാപുരം വരെ അവരുടെ റൈഡ് എത്തിയിട്ടുണ്ട്. അവരെന്തോ ആവശ്യത്തിനൂടെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഞാനിങ്ങനെ കണ്ടു എന്താ അപ്പോൾ റൈഡിങ് സമയത്ത് നമ്മളിങ്ങനെ ഓരോ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. എൻ്റെ വീട് ഇവിടെ 40 കിലോമീറ്റർ അപ്പുറം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും തലശ്ശേരിയാണെന്ന് ഉദ്ദേശിച്ചത്. തലശ്ശേരി എത്തി ഇപ്പോൾ ഇവിടുന്ന് അത്രേ ഉള്ളൂ. 4 കിലോമീറ്റർ 4 3 ഉള്ളൂ അല്ലേട്ടാ. 8 കിലോമീറ്റർ ഉണ്ട്. കുഴപ്പമില്ല, പിന്നെ ജെന്നയും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളി. ജെന്നിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളി. നമുക്ക് പിന്നെ പട്ടീനെ വളർത്തി കൂടെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ പോരാത്തത്. നമ്മളൊരു പട്ടീനെ കൂട്ടിക്കേ പോകും. ഇല്ല, നമ്മളിപ്പോൾ ഒരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ബ്രോ ഒരു നമ്പർ ഒന്നുണ്ട്, നോക്കിയിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ജെന്നിപ്പോൾ നമ്മളുടെ അടുത്ത് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. അവൾ ആ 1 വർഷത്തോളമായിട്ട് ആ ട്രാവലിംഗ് രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇത്രയും കാമാൻ പറ്റാണ് അവളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ബ്രോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പുള്ളിക്ക് അപ്പം കാണാം. ഒരാളെയും കൂടി പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. പുള്ളി ഒറ്റയ്ക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ ഒരാളും കൂടി ഉണ്ട്. വേറെ ഒരുത്തനും കൂടി നോൻ പാലക്കാടുണ്ട്. പോയിട്ട് എന്താ വെച്ചാൽ നമുക്ക് കൊണ്ടോട്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ കൈക്ക് ചെറിയ പണി കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരു 3 ദിവസത്തെ ബ്രേക്ക് എടുത്തു. അപ്പോൾ രാവിലെ പോകുമ്പോഴേ സ്പോട്ട് ടൈം ഉണ്ടായില്ല, പെട്ടെന്ന് അവിടെ നിർത്തിയിട്ടുണ്ടോ. രാവിലെ ഇവിടെ നിന്ന് കണ്ട വടകര എന്നല്ല നമ്മൾ രാവിലേക്ക് പിച്ചുമ്പത്തേക്ക് അച്ഛൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വടകരയിൽ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് ബ്രോ പെട്ടെന്ന് എടുക്കുന്ന ഒരു ഇതാണ് കണ്ടതാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു വയസ്സായ ആളെ കണ്ടായിരുന്നു ഞാൻ. ബ്രോ ഉണ്ടായിരുന്നോ? ആള് കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആള് ഒറീസക്കാരനാണ്. ആളുടെ പേരും രസമാണ്. ആളുടെ പേര് രസം. എന്റെ ബ്ലോഗിൽ ആളുണ്ട്. ആളുടെ പേര് ജന്ന, ആള് ജിന്ന. അതാണ് വ്യത്യാസം. ഒരു ഐ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞങ്ങൾ പുള്ളിയാണെന്ന് കാണുമെന്ന് ഞാൻ കൺഫറൻസ് ഉണ്ടായില്ല. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മോർണിംഗ് റൈഡ്. പിന്നെ ഞങ്ങൾക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പുള്ളി ഞാൻ വിട്ടു, പുള്ളി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പുള്ളിയുടെ ടൈം കളയാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് കിലോമീറ്റർ വലിയ കാര്യമല്ല, പുള്ളിനെ സംബന്ധിച്ച് കിലോമീറ്റർ വലിയ കാര്യമാണ്. ഒരു ദിവസം പുള്ളി 100 കിലോമീറ്റർ പ്ലസ് അടിക്കുന്നുണ്ട്. കാരണം 4 ദിവസം കൊണ്ട് ഇവിടെ എത്തി. വടകര എത്തിയിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ ഇറങ്ങിയിട്ട്. കാരണം ആൾ 12th സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ 11th സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം. ഓക്കെ. ഞാൻ 1 month ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ എത്താറ്, അതായത് കന്യാകുമാരി എത്ര കിലോമീറ്റർ ടോട്ടൽ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മളെ മൊത്തം 6000-ന് മുകളിലാവും. ഇപ്പം നമ്മൾ 2300 ഏകദേശം 2400 ആയി. മംഗലാപുരത്ത് ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ട്രെയിൻ കയറി ചെയ്ത്. ഇനിയിപ്പോൾ മറ്റന്നാളാണ് 18-ാം തീയതി പോയി റീസ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു കാണാം. അപ്പോൾ കാണാം. ബൈ. ഓക്കെ ബൈ.